അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ നമ്മൾ പൊടിച്ച് പാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പാക്കറ്റിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കണം. എടുത്ത ശേഷം ഇതാ ഒരു 1/2 ടീസ്പൂണ് 3/4 ടീസ്പൂണ് ഇതങ്ങനെ പൊടിയെടുക്കുക. മഞ്ഞൾപ്പൊടി എടുത്ത് ഇങ്ങനെ വെള്ളത്തിൽ കലക്കിയിട്ട് ഇതാ ഇങ്ങനെ കുടിച്ചാൽ നല്ലതാണ്, ശരീരത്തിക്ക് ഒരുപാട് ഗുണം ചെയ്യും. ഇതാ ചിജു മണിത്തിരി കുടിച്ചോ. ചിജുവിന് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ല, എന്നാലും അവൻ കുടിക്കേണ്ടതാ. ഇനി നമ്മുടെ ശരീരത്തിൽ ഈ അലർജികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 30 ദിവസം തേങ്ങാപ്പാലിൽ കുടിച്ചാൽ മതി. തേങ്ങാപ്പാലിൽ ഒരുവിധം മാറാനുള്ള അലർജികളൊക്കെ ആണെങ്കിൽ മാറും. 30 ദിവസം രാത്രിയോ അല്ലെങ്കിൽ രാവിലെയോ ഒരു 1/2 ടീസ്പൂണോ 3/4 ടീസ്പൂണോ ഈ നമ്മുടെ മഞ്ഞൾപ്പൊടിയും, നല്ല മഞ്ഞൾപ്പൊടി ആയിരിക്കണം, ഏതാണെങ്കിലും കുഴപ്പമില്ല, നല്ലതായിരിക്കണം, കുറുക്കുമ്പളൊന്നും എടുക്കാത്ത നല്ല മഞ്ഞൾപ്പൊടിയും ഇതേമാതിരി തേങ്ങാപ്പാൽ കുറച്ചെടുത്തിട്ട് അതിൽ ഇതേമാതിരി കുറച്ച് 1/2 ടീസ്പൂൺ ഇടുക. എന്നിട്ട് ഇങ്ങനെ കലക്കുക. ഇങ്ങനെ കലക്കി തേങ്ങാപ്പാലിൽ ഇങ്ങനെ കുടിക്കുക. ശിജുവിന് കുറച്ച് കൊടുക്കുക. എന്നാ കുട്ടാ കുടിച്ചെന്നാ. കുടിച്ചത് നല്ലതാണ്, അലർജികളൊക്കെ മാറും. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അത്യാവശ്യം നല്ല ടേസ്റ്റും ഉണ്ട്. തേങ്ങാപ്പാലായതുകൊണ്ട് ശിജു 2ാം പ്രാവശ്യം ബാക്കിയുള്ള കുടിച്ച്. അപ്പം നമ്മുടെ ഇത് വാങ്ങേണ്ടവരൊക്കെ നമ്മുടെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ സാധനം കിട്ടും. ഷിജാസിൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിന്നിവിടെ നാടൻ മഞ്ഞൾ പുഴുക്കലാണ്. കൊട്ടിക്കോ, കഴുകാട്ടെ. നമുക്ക് നന്നായി മണ്ണൊക്കെ പോട്ടെ, മണ്ണൊക്കെ ഉണ്ടെങ്കിൽ പോട്ടെ. ഇനി ഒരു വാരിയിട്, വാരിയിട്ട് അതെയോ അവിടെ കൊട്ട്, ഇച്ചിരി കൊട്ട്. കഴുകിയതാണിത്, 3 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നാടൻ മഞ്ഞ, രാസവളമൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയ മഞ്ഞളാണ്. ഇപ്പോൾ എല്ലാത്ത മഞ്ഞളാണെങ്കിൽ അതിൻ്റെ തള്ളയൊക്കെ ഈ വലിപ്പം ഉണ്ടാവും, നല്ല വലിപ്പം ഉണ്ടാവും. ഇത് ഇതിൻ്റെ തള്ളയൊക്കെ ചെറുതാണ്, രാസവളമൊന്നും ചേർക്കാണ്ട് ജൈവ കൃഷിയിൽ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഇതിൻ്റെ തള്ളയൊക്കെ ചെറുത്. അതേമാതിരി അതിൻ്റെ പിള്ള പറയും ഇതിൻ്റെ മക്കൾ, ഈ അമ്മൻ്റെ മക്കളാണ് ഇതൊക്കെ, വിരലൊന്നും ചിലവർ പറയും. അപ്പോൾ ഇതൊക്കെ ഉണ്ട്, ചെറുതാണ്. അത് പറഞ്ഞാൽ രാസവളമൊന്നും ചേർക്കാതെ നല്ല ജൈവവളം മാത്രം ഇട്ടിട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അങ്ങനത്തെ മഞ്ഞളാണ് നമ്മൾ കഴുകി ഉണക്കി പുഴുക്കി പൊടിക്കുന്നത്. ഇത് ഒരുപാട് ഔഷധ ഗുണം ഉള്ളതാണ്. നമുക്ക് നേരിട്ട് ശരീരത്തിൽ കഴിക്കുകയൊക്കെ ചെയ്യുക. കുറുക്കുമിൾ കൂടുതലുള്ളതാണ്. നമ്മൾ 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയിട്ടാണ് ഇത് പുഴുക്കുന്നത്. മറ്റുള്ളവർ അങ്ങനെയൊന്നും അല്ല, ഇത് മണ്ണോടുകൂടി പുഴുക്കും, അവർ കഴുകില്ല. അപ്പോൾ പിന്നെ അവർ ഇത് തല്ലിയിട്ട് ഇതിൻ്റെ തൊലികളൊക്കെ കളയും. അപ്പോൾ ഇതിൻ്റെ പൊടികളൊക്കെ പോകും. ഇത് നമ്മൾ പുഴുക്കിയ ശേഷം തല്ലി ഇതിൻ്റെ പൊടിയൊക്കെ കളയും. ഈ പൊടികളൊക്കെ കളയണം, ഫുള്ള് കളയും. അടിച്ച് കല്ലിൽ തല്ലു ഇതിൽ ചാക്കി കെട്ടിട്ട് ഉണങ്ങിയ ശേഷം അങ്ങനെയാണ് ഇതിൻ്റെ പൊടിയൊക്കെ കളയുക. അപ്പം നമുക്കിത് പുഴുക്കാം. നല്ല മഞ്ഞളാണ്, ജൈവ കൃഷി ചെയ്ത നാടൻ മഞ്ഞളാണ്. ഇത് നമുക്ക് കഴിക്കുക, ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്നതാണ്. നമ്മൾ ഇങ്ങനത്തതാണ് നമ്മൾ വിൽക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഇങ്ങനത്തെ നമ്മൾ നിറയെ ഇപ്പോൾ ഉണക്കി വെച്ചിട്ടുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെയുള്ളത് കൊണ്ട് ഇങ്ങനെ മൂടാട്ടമാ, എന്നാലും നിറഞ്ഞു നിൽക്കും. പിടിക്കാനേ കഷ്ടമുള്ളൂ. പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നന്നായി കത്തും, സാറായി കത്തിട്ട്. ഇത് നോക്കണ എങ്ങനെയാണ്, ഇതിൽ ഈറും കോലും കൊണ്ട് ഇങ്ങനെ കുത്തി അങ്ങനെ പോകണം. അപ്പോൾ ബന്ധു എന്നാണ്. അപ്പം ഇനി വാരിയെടുക്കാം. ഇതാ നമ്മുടെ മഞ്ഞളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. മഞ്ഞ കളർ കണ്ടില്ലേ മഞ്ഞൾ പുഴുക്കിയപ്പോൾ. വേറെ വലിയവരൊക്കെ പുഴുക്കിയ മണ്ണൊക്കെ ആയിട്ട് മണ്ണ് കളറായിരിക്കും. അപ്പോൾ മഞ്ഞളൊക്കെ നമ്മൾ പുഴുക്കി, അതെന്ന് പറഞ്ഞാൽ രാത്രിയെ പുഴുക്കിയത്. ഈ വെയിൽ കാരണം രാത്രിയാകുമ്പോൾ തീയിൻ്റെ ചൂടും ഉണ്ടായില്ല, വെയിലും അടിക്കില്ല. രാത്രി 1 മണി വരെ നിന്നിട്ടാണ് ഇതൊക്കെ പുഴുക്കി കഴിഞ്ഞത്. അപ്പോൾ എല്ലാം പുഴുക്കി കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഈ തള്ള മഞ്ഞളൊക്കെ പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ മുറിക്കണം. പിന്നെ അതേമാതിരി മെഷീനിൽ പൊടിഞ്ഞു കിട്ടാനും ഇതേമാതിരി നടുവെ മുറിക്കണം. അപ്പോൾ അങ്ങനെ മുറിക്കാണ്. ഈ ചെറുതൊന്നും മുറിക്കേണ്ട ആവശ്യമില്ല, വലുത് മാത്രം. കുട്ടൻ മഞ്ഞളൊക്കെ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി മുകളിലാണ് ഇത് ഉണക്കാനിടുന്നത്. ഇങ്ങനെ എല്ലാം 4 മുറിച്ചിടണം വലുതൊക്കെ, എന്നാലാണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടുക. ഇത് നല്ല നാടൻ മഞ്ഞളാണ്, ഒരുപാട് മെഡിസിൻ ഗുണങ്ങളുള്ളതാണ്, മരുന്ന് ഗുണങ്ങളുള്ളതാണ്, കഴിക്കാൻ പറ്റും. നമ്മൾ കഴുകിയിട്ടാണ് ഉണക്കിയിട്ടുള്ളത്, ഒരു മണ്ണും പൊടിയൊന്നുമില്ല. ഇനി അവസാനം ഇത് തല്ലും, ഉണങ്ങിക്കഴിഞ്ഞ ശേഷം തല്ലുമ്പോൾ ഈ പൊടികളൊക്കെ പോകും. ഇങ്ങനെ പൊടികളൊക്കെ പോയി വൃത്തിയായി കിട്ടും, ഇതേമാതിരി വൃത്തിയായി കിട്ടും. അതെടുത്ത് കൊടുക്കും. ചിരിക്കുട്ട അത് പാക്കറ്റ് എടുത്ത് കൊടുക്ക്, പാക്കറ്റ് എടുത്ത് കൊടുക്ക്. ഇത് മുറിക്കുക, ആ പാക്കറ്റ് എടുത്ത് കൊടുക്ക്. ചിരി പാർസലൊക്കെ കൊടുക്ക്. മഞ്ഞളൊക്കെ പിഴിഞ്ഞിട്ട് ഉണക്കാനിട്ടിരിക്കുകയാണ്. ഒരു 8-10 ദിവസമാകും ഇത് ഉണങ്ങി കിട്ടണമെങ്കിൽ. അപ്പോൾ ഇത് തള്ള മഞ്ഞളാണ്, ഇത് പുള്ള മഞ്ഞൾ. അപ്പോൾ ഇതാ ഞാനിതൊക്കെ മുറിച്ചതിനേക്ക് കൂടെ കൊട്ടിണ്. ഇതാ ഉണക്കാൻ ഒരു 10 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. നമ്മൾ നന്നായി ഉണക്കും, കുറവ് ഉണക്കിയാൽ ശരിയല്ല. നന്നായി ഉണക്കിയിട്ട് തല്ലിയിട്ട് ഇതിൻ്റെ ചണ്ടിയൊക്കെ കളയണം. അപ്പോൾ നമ്മുടെ മഞ്ഞളൊക്കെ ഉണക്കാനിട്ട് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൊരു 12 ദിവസമായി ഉണങ്ങി കിട്ടാൻ, നന്നായി ഉണങ്ങാൻ. അപ്പോൾ നന്നായി ഉണങ്ങി കിട്ടി. ഇനി നമ്മൾ ഇതിനെ ഒന്ന് വെള്ളത്തിലിട്ട് കഴുകും. പൊടിക്കുന്നതിന് മുമ്പായിട്ട് വെള്ളത്തിലിട്ട് കഴുകി 2 ദിവസം ഉണക്കും. ഉണക്കി ചേറി വൃത്തിയാക്കി ഇതിനടിക്കും. അതേമാതിരി അടിക്കും, കാണിച്ചു തരാം. ഇത് പോളിഷ് ചെയ്യുക. ഇതിന് മേലത്തെ തൊണ്ടൊക്കെ പോണം. പിന്നെ വടിയും കൊണ്ട് തല്ലുകയും ചെയ്യും. അല്ലേ ഇങ്ങനെ പോളിഷ് ചെയ്ത് ഇങ്ങനെ എടുക്കും. അതിന് കഴുകിയ ശേഷമാണ് അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതേമാതിരി നല്ല നിറം കാണും. മേലത്തെ തൊണ്ടൊക്കെ നന്നായി പോകുകയും ചെയ്യും. അപ്പോൾ ഇനി ഇതിങ്ങനെ നമ്മൾ എടുത്ത് വയ്ക്കും കെട്ടിയിട്ട്. ആവശ്യത്തിന് 10 കിലോ 5 കിലോ വെച്ച് കഴുകി ഉണക്കി ഇതേമാതിരി തല്ലി ക്ലീൻ ചെയ്ത ശേഷം പൊടിച്ച് പാക്ക് ചെയ്യും. അപ്പോൾ ഇത് കെമിക്കൽ ചേരാത്താണ്, ജൈവ കൃഷി ചെയ്താണ്, കഴിക്കാൻ പറ്റും, നല്ല സാധനമാണ്. നമ്മുടെ ആവശ്യത്തിനുള്ള നമ്മൾ 1 വർഷത്തേക്കുള്ളത് ഇങ്ങനെ നമ്മൾ പിഴുക്കി ഉണക്കി എടുത്ത് വെക്കും. 1 വർഷത്തേക്കുള്ളത് സൂക്ഷിച്ച് വെക്കും. അങ്ങനെ നമ്മൾ പൊടിക്കുക. എല്ലാവരും നമ്മൾ ആവശ്യത്തിന് വാങ്ങുകയല്ലേ ചെയ്യുക. നമ്മുടെ ആവശ്യത്തിൽ നമ്മൾ പിഴുക്കി ഉണക്കി ഇതേമാതിരി സൂക്ഷിച്ച് വെക്കുകയും ചെയ്യുക. 1 വർഷത്തിനുള്ളത് സൂക്ഷിച്ച് വെക്കും. അതാണ് നമ്മൾ വിൽക്കുക. അത് കഴിഞ്ഞ് പറഞ്ഞാൽ കച്ചവടം നിർത്തും. അങ്ങനെയാണ്. പിന്നെ ഇത് കുറച്ച് പൊടിക്കുമ്പോൾ തരിയൊക്കെ ഉണ്ടാവും. എന്താ പറഞ്ഞാൽ അവർ നന്നായിട്ടൊന്നും പൊടിച്ചില്ല, തരിയൊക്കെ ഉണ്ടാവും. പക്ഷേ എങ്കിലും അത് നല്ല സാധനമാണ്. കലങ്ങി പറഞ്ഞാൽ ചിലപ്പോൾ കെമിക്കലും ചേർത്താത്തതുകൊണ്ട് നല്ല മഞ്ഞ കളർ കിട്ടണമെന്നില്ല, മണം ഉണ്ടാവും, കിട്ടണമെന്നില്ല. കെമിക്കൽ ചേർത്തതിലൊക്കെ മഞ്ഞ കളർ ഉണ്ടാവും. പിന്നെ എസൻസ് എടുത്തിട്ടുണ്ടാവും, കുർക്കുമിളൊക്കെ എടുത്തിട്ടാണ് അവർ നമുക്ക് തരിക, വിൽക്കണവർ. നമ്മൾ വിൽക്കുന്നതിനേക്കാളും വില കുറഞ്ഞ് അവർക്ക് തരാൻ പറ്റും. മുളക് പൊടി മാർക്കറ്റിലുടനെയും വെച്ചിട്ട് കമ്മിയിൽ അവർക്ക് തരാൻ പറ്റും, മല്ലി തരാൻ പറ്റും. എല്ലാം കെമിക്കൽ എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ എൻ്റെ ഇതിലും എസൻസ് എടുത്തിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ കീടനാശിനികൾ വെച്ചിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് പലപടി വിൽക്കുന്നത്. ഇതെങ്ങനെ പറഞ്ഞാൽ ഇവർ നന്നായി ഉണക്കില്ല. നന്നായി ഉണക്കി പറഞ്ഞാൽ തൂക്കം കുറയും പറഞ്ഞ് കച്ചവടക്കാർ പലരും നന്നായി ഉണക്കാൻ വിൽക്കും. അപ്പോൾ പൂപ്പലടിക്കും, കേട് വരും. ഇത് നന്നായി ഇങ്ങോട്ട് വെള്ളമില്ലാണ്ട് നന്നായി ഉണക്കിയാൽ ഒരിക്കലും മഞ്ഞളാണെങ്കിലും ചുക്കാണെങ്കിലും കേട് വരില്ല. ഈർപ്പം നന്നാൽ മാത്രം തണുപ്പടിക്കുക മാത്രമേ കേട് വരുള്ളൂ, അല്ലെങ്കിൽ ഒരിക്കലും കേട് വരില്ല. ഈ ലാഭം കിട്ടാനും തൂക്കം കുറയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈർപ്പം നിലനിർത്തും. അങ്ങനെ ചെയ്യുമ്പോഴാണ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്.
നമ്മ പിന്നെ എന്തെയും പറഞ്ഞാൽ ഒരു 2 മാസം കൂടുമ്പോൾ എന്തായാലും ഉണക്കും ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഒരു പ്രശ്നം ഉണ്ടായില്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം വല്ല കേട് വരുന്നുണ്ടോ എന്നുള്ളത്. ഒരു തണുപ്പുണ്ട് പറഞ്ഞ് നമ്മൾ അപ്പം എടുത്ത് ഉണക്കണം. ആവശ്യമുള്ളവരൊക്കെ സ്വന്തമായിട്ട് ഇതേമാതിരി വാങ്ങി ആവശ്യത്തിന് സ്വന്തമായിട്ട് ഉണക്കി ഉണ്ടാക്കുക. ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ വാങ്ങാൻ. നമ്മുടെ ഇത് നല്ല സാധനങ്ങൾ കിട്ടുക, നല്ല നാടൻ നല്ല മഞ്ഞളാണ് കിട്ടുക. അതുകൊണ്ട് ഇതൊക്കെ വലിപ്പമൊന്നുമില്ല, എല്ലാം ചെറിയ ചെറിയ മഞ്ഞളുകളാണ്. അത് പറഞ്ഞാൽ വലിപ്പമാകണമെങ്കിൽ നല്ല വളമൊക്കെ ഇട്ടുക, മരുന്നൊക്കെ അടിച്ച് നല്ല വളമൊക്കെ ഇട്ടാൽ നല്ല വലിപ്പം വരും. ഇതൊക്കെ ഉണ്ട് പൊടി സാധനങ്ങളാണ്, നാടൻ സാധനമാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ശരിക്കുട്ട താങ്ക് യു പറ. കൈ ഇങ്ങനെ കൈ. താങ്ക് യു.